ഹൈക്കോടതിയിൽ തന്നെ അടുത്ത പണിയുമായി ഷോൺ ജോർജ് ഇറങ്ങിയതോടെ വീണ വിജയനും പിണറായി വിജയനും മുഹമ്മദ് റിയാസും പ്രതിരോധത്തിലായി. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു ആവേശത്തിനെടുത്ത് ചാടിപ്പോയതിൽ മന്ത്രി റിയാസിന് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്തോ. അതായത് വീണ വിജയന്റെ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് വൻതോതിൽ പണം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോ ഷോൺ ജോർജ് പറഞ്ഞു വരുന്നത് കള്ളമാണ് എന്ന് കരുതാൻ കഴിയുമോ? എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ആ കമ്പനിയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളതെന്നും വ്യക്തമായി ഷോൺ പറയുന്നുണ്ട്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക്കോസ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയേയുള്ളൂ. ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായി വ്യവഹാരം നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത്. കുഴൽനാടൻ കേസിലെന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണം. നമസ്കാരം. പെടുമോ? പെട്ടില്ലെങ്കിൽ പെടുത്തും. അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നത് ശരിയല്ലല്ലോ. കുറച്ചു കാലമായി അപ്പനും മക്കളും ചേർന്ന് ജനത്തെ പറ്റിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും പിടിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന് തോന്നുകയും ചെയ്യും. അതിനായി ഷോൺ ജോർജ് തന്നെ രംഗത്തിറങ്ങി. വീണ വിജയനെ തകർത്തേ അടങ്ങൂ എന്നായി. ഹൈക്കോടതിയിൽ തന്നെ അടുത്ത പണിയുമായി ഷോൺ ജോർജ് ഇറങ്ങിയതോടെ വീണ വിജയനും പിണറായി വിജയനും മുഹമ്മദ് റിയാസും ആകെ പ്രതിരോധത്തിലായി. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു ആവേശത്തിനെടുത്ത് ചാടിപ്പോയതിൽ മന്ത്രി റിയാസിന് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്തോ. എന്തായാലും BJP നേതാവായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉയർത്തിയ ആരോപണങ്ങളുടെ വാല് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി രംഗത്തെത്തിയതോടെ മുഖ്യന്റെ മിണ്ടാട്ടം മുട്ടി. എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. കുറച്ചുകാലം അങ്ങ് ഡൽഹിയിൽ നിന്ന് മാറ്റിവെച്ച് എന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന SNC ലാവ്ലിന്റെ പേരും കൂടി പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ലാവ്ലിന്റെ പേരും കൂടി ഉയർന്നതോടെ മിക്കവാറും പിണറായി വിജയനും കൂടി പെടുമെന്ന കാര്യവും ഉറപ്പാക്കി. സംഭവം ഇങ്ങനെയാണ്. അതായത് വീണ വിജയന്റെ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് വൻതോതിൽ പണം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. വീണ മാത്രമല്ല, സുനീഷിന് കൂടി പങ്കാളിത്തമുള്ള കമ്പനിയാണ് ഇതെന്ന് കൂടി ഷോൺ ജോർജ് പറഞ്ഞു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനി മനസ്സിലായല്ലോ. അതായത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഈ പേര് ആർക്കും മനസ്സിലാകാതിരിക്കില്ല. SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് വന്നത് ഏകദേശം 2.67 കോടി രൂപയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നത് ഇതേ ബാങ്കിൽ തന്നെയാണെന്ന് കൂടി ഷോൺ പറഞ്ഞപ്പോൾ ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. അതുമാത്രമല്ല, കരിമണൽ കർത്തയുടെ CMRൽ കൂടി പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും കൂടി പറഞ്ഞു വെച്ചു. എന്നാൽ എല്ലാവർക്കും ഒരു സംശയം, വീണ വിജയന്റെ കമ്പനി തന്നെയാണോ എക്സാലോജിക് കൺസൾട്ടൻസി? രേഖകൾ പ്രകാരം അല്ല എന്നാണ് കാണുന്നത്. എക്സാലോജിക് കൺസൾട്ടിങ്ങിന്റെ രേഖകൾ പരിശോധിച്ചാൽ സാങ്കേതികമായി വീണ വിജയനെയും പിണറായി വിജയനെയും കൊടുക്കാൻ കഴിയില്ല തന്നെ. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷണം നടത്തണമെന്നാണ് സകലമാന കേന്ദ്ര ഏജൻസികളെയും ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുള്ളത്. ഈ അക്കൗണ്ട് അബുദാബിയിലെ ബാങ്കിലാണ് ഉള്ളത്. എന്നാൽ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി 2001 ആരംഭിച്ച ഒന്നാണ്. ലണ്ടൻ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. എന്നാൽ വീണ വിജയന്റെ കമ്പനിയുടെ പേരിന്റെ ആദ്യ ഭാഗം കൃത്യമാണ്, അതായത് എക്സാലോജിക്. എന്നാൽ രണ്ടാമത്തെ ഭാഗം അത്രയ്ക്കങ്ങോട്ട് ലോജിക്കായില്ല, അല്ലെങ്കിൽ കൃത്യമായില്ല എന്ന് തോന്നുന്നു. അതായത് സൊല്യൂഷൻസ് എന്നാണ് അതിന്റെ ബാക്കി ഭാഗം. അതായത് ഷോൺ ജോർജ് പൊക്കിയെടുത്തുകൊണ്ട് വന്ന അക്കൗണ്ട് വിവരങ്ങൾ വീണ വിജയന്റെ കമ്പനിയുടേതല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞു വരുന്നത് കള്ളമാണ് എന്ന് കരുതാൻ കഴിയുമോ? എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ആ കമ്പനിയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് എന്നും വ്യക്തമായി ഷോൺ ജോർജ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യങ്ങൾ എക്സാലോജിക് കൺസൾട്ടിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിൽ സിഗ്നറ്ററീസിന്റെ പേരിലാണ് വീണയും സുനീഷും. ആദ്യം പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് ഇപ്പോഴും പ്രശ്നം. ഇത് കേട്ടപാടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ചാടിയത്. കൃത്യമായി 3 വിവാദങ്ങളെ ഒരച്ചിൽ വെച്ച് പൂട്ടാനുള്ള ശ്രമമാണോ ഇതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതായത് 99 നടന്ന ലാവ്ലിൻ കേസ്, സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത്, CMRൽ ഉൾപ്പെട്ട മാസപ്പടി വിവാദം. ഇത് 3ഉം കൂടി ഒരുമിച്ച് വരുന്ന ഒരു അഴിമതി കേസായിട്ടാണ് ഷോൺ ജോർജ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തോമസ് ഐസക് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഷോൺ ജോർജ് ഉയർത്തിയ മസാല ബോണ്ട് വിഷയത്തിലും കമ്പനിയുടെ പേര് സംബന്ധിച്ചുമാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്കിലെ വെളിപ്പെടുത്തൽ.
തോമസ് ഐസക് പറയുന്നത് ഇങ്ങനെ: ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ്. ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിലിട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ദുബായ് കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത്. 3 UAE-യിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് കോസ്റ്റ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഇനി മസാല ബോണ്ടിന്റെ കാര്യത്തിലും തോമസ് ഐസക് വിശദീകരണം നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: 6% പലിശയ്ക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് 9.7% കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ. ഈ പലിശ വ്യത്യാസത്തിന്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ. കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട്. പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം. അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിന്റെ ഉപകമ്പനിയാക്കും? മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ? റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം. അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബിയെ അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത്. ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത്. ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി. ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുള്ളൂ: ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായ വ്യവഹാരം നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത്. കുഴൽനാടൻ കേസിലെന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണം. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ പറയുന്നത്. ഇത് തന്നെയാണ് ബാക്കിയുള്ളവർക്കും പറയേണ്ടത്. കാര്യമായ അന്വേഷണം തന്നെ നടക്കണം. തോമസ് ഐസക് പറഞ്ഞതുപോലെ ഒരു തീർപ്പുണ്ടാകണം.